മദ്യം കുടിപ്പിച്ച് നാട്ടുകാരെ ഇല്ലാതാക്കുന്ന സമ്പ്രദായമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപ്പാക്കി വരുന്നതെന്നും മുക്കിന് മദ്യശാലകൾ തുറക്കുന്ന നടപടി നിർത്തിവെക്കണമെന്നും മുൻ മന്ത്രിയും ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന അധ്യക്ഷനും കോൺഗ്രസ് നേതാവുമായ വി.സി. കബീർ പറഞ്ഞു. മദ്യം വിറ്റ് ജനങ്ങളുടെ പോക്കറ്റ് അടിക്കുകയാണ് സംസ്ഥാന സർക്കാർ. സ്കൂളുകളിലെല്ലാം ഗാന്ധിജിയുടെ പ്രതിമ സ്ഥാപിച്ചും ഗാന്ധി സിനിമ പ്രദർശിപ്പിച്ചും ഗാന്ധി സ്മൃതിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കണമെന്നും അദ്ദേഹം കായംകുളത്ത് പറഞ്ഞു. കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കുന്നത് പോലെ കുടിപ്പിച്ച് നാട്ടുകാരെ ഇല്ലാതാക്കുന്ന സമ്പ്രദായമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപ്പാക്കി വരുന്നതെന്നും മുക്കിന് മദ്യശാലകൾ തുറക്കുന്ന നടപടി ഉടൻ നിർത്തിവെക്കണമെന്നും മുൻമന്ത്രിയും ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന അധ്യക്ഷനുമായ വി.സി. കബീർ പറഞ്ഞു. മലബാറിൽ ഒരു ശൈലിയുണ്ട്. കുളിപ്പിച്ച് കുട്ടിയില്ലാണ്ടാവും എന്ന് മുത്തശ്ശിമാർ പറയാറുണ്ട്. അതുപോലെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ജനങ്ങളെ കുടിപ്പിച്ച് ഇല്ലാണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് എന്ന് സമീപ ദിവസങ്ങളിലെ തീരുമാനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ 11 മദ്യം വാറ്റുന്ന ഉപകരണം വലിയ മദ്യശാലകളുണ്ട്. മദ്യം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. കൂടാതെ 8 മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് മദ്യം കൊണ്ടുവന്ന് കുപ്പിയിലാക്കുന്ന ഏർപ്പാടുകളുമുണ്ട്. അപ്പോൾ 11 19 മദ്യം ഇറക്കുമതി ചെയ്യുന്ന മദ്യം വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങൾ കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുകയാണ്. 10,000-ലേറെ കോടി രൂപ ഓരോ വർഷവും മദ്യം വിറ്റ് ഗവൺമെൻറ് ലാഭമുണ്ടാക്കുന്നു. ജനങ്ങളുടെ പോക്കറ്റ് അടിക്കുകയാണ്. ജനങ്ങളുടെ ചോര ഊറ്റിയെടുക്കുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യം 10-60 കൊല്ലമായി ഞാൻ രാഷ്ട്രീയത്തിൽ കുട്ടിക്കാലം മുതലേ രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഉയർന്ന പദവികളിൽ ഇരുന്നിട്ടുള്ള ആളാണ്. ഇങ്ങനെ ഒരു ഗവൺമെൻറ്റിനെ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു ഭരണകൂടവും വ്യവസ്ഥയും ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ പോയാൽ 2, 3, 4, 5 കൊല്ലത്തിനകത്ത് രോഗികളുടെ എണ്ണം ഇരട്ടിയാവും. ഹൃദയ സംബന്ധമായും ലിവർ സംബന്ധമായും കിഡ്നി സംബന്ധമായുമുള്ള രോഗികൾ ഇപ്പോൾ തന്നെ കൂടി വരികയാണ്. ഒരു 3, 4, 5 കൊല്ലത്തിനകത്ത് അത് ഇരട്ടിയാകും. അതിനിടയിൽ മരണവും വർദ്ധിക്കും. അതുകൊണ്ട് ഗവൺമെൻറ്റിനോട് വീണ്ടും ഞാൻ അപേക്ഷിക്കുന്നു, ഇനിയെങ്കിലും മദ്യശാലകൾ നിർമ്മാണശാലകൾ ആരംഭിക്കാതിരിക്കാൻ ഗവൺമെൻറ് തീരുമാനമെടുക്കണം എന്ന് മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കുന്നു. ഗാന്ധി ദർശൻ സമിതി ഗവൺമെൻറ്റിന് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. ഒന്ന്, എല്ലാ സ്കൂളുകളിലും ഗാന്ധി പ്രതിമ സ്ഥാപിക്കണമെന്നുള്ളതാണ്. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പിന്തുണയോടുകൂടി ആ ഗാന്ധി പ്രതിമ എല്ലാ സ്കൂളുകളിലും സ്ഥാപിച്ചു കഴിഞ്ഞാൽ വരും തലമുറയ്ക്ക് കൂടി മഹാത്മാഗാന്ധിയുടെ സന്ദേശം എത്തിക്കാൻ സാധിക്കും. 2, നമ്മുടെ പ്രധാനമന്ത്രി അടുത്ത കാലത്തൊരു വെടിത്തരം പറഞ്ഞു. അദ്ദേഹം ഗുജറാത്തുകാരനാണ്. ഗുജറാത്തിൽ സംസാരിക്കുന്ന ആളാണ്. മഹാത്മാഗാന്ധിയുടെ നാട്ടുകാരനാണ്. അദ്ദേഹം പറഞ്ഞു, ഗാന്ധിജിയെക്കുറിച്ച് ജനങ്ങൾ അറിഞ്ഞത് ഗാന്ധി സിനിമ കണ്ടതിന് ശേഷമാണെന്ന്. ഇതുപോലെ ഒരു വങ്കത്തരം പ്രധാനമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. ഇന്ത്യ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു പദവിയായിട്ട് നമ്മൾ അഭിമാനം കൊള്ളുന്നവരല്ലേ. ആനവങ്കത്തരം പറയുക പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ സങ്കടവും മാനക്കേടും എല്ലാം ഉണ്ട് നമുക്ക്. ആ സങ്കടം നിവർത്തിക്കുന്നതിന് വേണ്ടി എല്ലാ സ്കൂളുകളിലും പുതിയ തലമുറയെ പഠിപ്പിക്കാൻ മഹാത്മാഗാന്ധിയുടെ സിനിമ കാണിക്കണമെന്നാണ് ഗാന്ധി ദർശൻ സമിതി ഗവൺമെൻറ്റിനോടും മുഖ്യമന്ത്രിയോടും അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അത് ഗവൺമെൻറ്റിൻ്റെ പരിശോധനയിലാണ് എന്ന മറുപടി തന്നിട്ടുണ്ട്. അത് തന്നിട്ടില്ല, ഈ തീരുമാനം വന്നിട്ടില്ലെങ്കിൽ അധികം വൈകാതെ നിയമസഭ നടക്കുന്ന ഒരു സമയത്ത് നിയമസഭയുടെ മുമ്പിൽ നിരാഹാരമിരിക്കാൻ ഗാന്ധി ദർശൻ സമിതി തീരുമാനിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയും സഹായവും അക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. മദ്യം വിറ്റ് ജനങ്ങളുടെ പോക്കറ്റ് അടിക്കുകയാണ് സംസ്ഥാന സർക്കാർ. മദ്യം കൊടുത്ത് രോഗികളെ സൃഷ്ടിക്കുന്ന സർക്കാരിന്റെ നിലപാട് തിരുത്തണമെന്നും വി.സി. കബീർ പറഞ്ഞു. സ്കൂളുകളിലെല്ലാം ഗാന്ധിജിയുടെ പ്രതിമ സ്ഥാപിച്ച് ഗാന്ധി സ്മൃതിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കണം. അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് മഹാത്മാഗാന്ധിയെ കൂടുതലായി ലോകം അറിഞ്ഞത് ഗാന്ധി സിനിമ വന്നതോടെയാണെന്നാണ്. അങ്ങേയറ്റം തെറ്റായ പ്രസ്താവനയാണ് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നതെന്നും വി.സി. കബീർ പറഞ്ഞു. ഗാന്ധി സിനിമ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും പ്രദർശിപ്പിക്കണമെന്ന് ഗാന്ധി ദർശൻ സമിതി സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുള്ളതായും വി.സി. കബീർ പറഞ്ഞു. ഗാന്ധി ദർശൻ സമിതി മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ തീരുമാനമായില്ല എങ്കിൽ സമരം നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ഹരിപ്പാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഗാന്ധി സ്മൃതി യാത്രയിൽ പങ്കെടുക്കുവാൻ കായംകുളത്തെത്തിയതായിരുന്നു വി.സി. കബീർ. CDNet ന്യൂസ്, കായംകുളം.